കുടിക്കുന്നതൊക്കെ കൊള്ളാം. ഇവിടെ ഒരാൾ വീട്ടിൽ കൊണ്ടുവന്ന് കുടിപ്പിക്കല്ലേ? ആര്? ഞാനാ? അല്ല, ഞാൻ. നീ എന്തിനാ മോളെ അവനായിട്ട് എപ്പോഴും ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്നേ? അവൻ സന്തോഷം കൊണ്ട് ചെയ്യുന്നതല്ലേ, നടക്കട്ടെ. ഇതിപ്പോ രവേണ്ട സന്തോഷത്തിന് വേണ്ടി വാസുദേവനെ കുറിച്ച് ഞാൻ തുള്ളി വിളിച്ചിട്ടില്ലേ? വിനയനെ കണ്ടോ? അവൻ എന്തെങ്കിലും ചീത്ത സ്വഭാവം ഉണ്ടോ? ഏതാ ദിവൻ ടൗണിൽ പോകുന്നത് എന്തിനാണെന്നറിയോ? ആ മുനിക്കോല് വലിച്ചെടുത്ത്. പ്ലീസ് നാറ്റിക്കരുത്, തിന്നോട്ടെ. അതിവിടെ വിളമ്പണ്ട. അത് വളമണ്ട, ഇത് വളമിക്കോ. കഴിഞ്ഞ എന്ത്? ഇത് കോട്ട കഴിഞ്ഞു വന്ന്. അതെപ്പോഴോ കഴിഞ്ഞല്ലേ? കഴിഞ്ഞോ? അല്ല, 1.5 മാസം ലീവ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കരുതി ഇനി എപ്പോഴും ഇതായിരിക്കും. എന്തിനാ മോളെ ചേട്ടനോട് ദേഷ്യപ്പെടുന്നത്? പാവം. ഓളങ്ങനെയല്ലേ അമ്മേ. കല്യാണം കഴിപ്പിച്ചു വിട്ടപ്പോ ഞാൻ വിചാരിച്ച് എല്ലാം മാറും. എവിടെ ഓളെ വർത്താനം കേട്ട അമ്മ ഏതാ പെങ്ങളേതാന്ന് സംശയ അല്ലടി? ആ എന്നെ തിന്നാനൊന്നും സമ്മതിക്കുവോ? ആ താഴത്തെ പറമ്പ് കാട് പിടിച്ച് കിടക്കുക, അത് നിന്റെ പേരിൽ എഴുതണം. നീ അവിടെ വീട് വയ്ക്കും ഇല്ലേ? മാഷ് പറഞ്ഞാലും കാര്യമുണ്ട് പ്രതിഭ. പതുക്കെ മതിയടാ. ഇവളെ കഴുത്തിലും കാതിലൊക്കെ കുറച്ച് സ്വർണ്ണല്ലേ, അതൊക്കെ എടുത്തങ്ങ് തുടങ്ങ്. ബാക്കി നമുക്ക് വഴിയെ നോക്കാം. ഓ, അതിന് മാത്രം ആളിരിക്കല്ലേ ഇവിടെ? പുതിയ വീടൊക്കെ വെച്ച് മാറാൻ ഒരു വിമാനം ഓടിക്കാനുള്ള സ്ഥലം ഇവിടെ തന്നെ ഉണ്ട്. എന്നിട്ടാ ഇനി പുതിയത്. എടി, ഞാൻ പറഞ്ഞേ ഉള്ളൂ, വേണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ പുതിയ വീടൊക്കെ വെച്ച് മക്കളും കുട്ടികളും ഒക്കെ ആയിട്ടോടെ ജീവിക്കുന്ന ഒരു രസമാണ് മക്കളെ. അല്ല, രസമല്ല. ഞാനേ ഇവിടെ തന്നെ നിൽക്കാൻ പോവാ. മരിക്കുന്ന കാലം വരെ ഇവിടെ തന്നെ നിൽക്കാൻ പോവാ. എന്താ, ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഉണ്ടോ? രവിയേട്ടന് കുഴപ്പമുണ്ടോ? എനിക്ക് എന്ത് കുഴപ്പമോ? ഞാൻ പറഞ്ഞേ ഉള്ളൂ. അവള് പറഞ്ഞാ ശരി, അതൊന്നും വേണ്ടച്ച. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കുന്ന തന്നെയാ അതിന്റെ സുഖം. എന്നാ അസുഖം കളയണ്ട ഇല്ല ടീച്ചറെ? എന്നാലേ എല്ലാരും പോയി കിടക്കാൻ നോക്ക്. സമയം എത്രയായി? രവിയേട്ടൻ രാവിലെ പോണമെന്നല്ലേ പറഞ്ഞേ? ആ ചെല്ല്.